ചിരട്ടയെ തന്റെ ജീവിത ഉപാധിയാക്കുവാൻ ഒരുങ്ങുകയാണ് ഈ യുവാവ്. ഐനെറ്റ് ന്യൂസ് സ്പെഷ്യൽ. നന്നേ ചെറുപ്പത്തിൽ തോന്നിയതാണ് ഫാസിലിന് ചിരട്ടയോടുള്ള കമ്പം. ബാല്യത്തിൽ തോന്നിയ കമ്പം കൗമാരത്തിലെത്തിയപ്പോൾ ചിരട്ടയിൽ മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വീട്ടിലുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റി. ഇത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുകയാണ്. കാരണം +2 ശേഷം നഴ്സിംഗ് പഠനത്തിനായി ബാംഗ്ലൂരിൽ പോയി. കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾ പെടുന്ന ചതിക്കുഴിയിൽ ഫാസിലും അകപ്പെട്ടു. പഠനം തുറന്ന് 1 വർഷം പിന്നിടുമ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം അംഗീകാരമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ അടച്ചുപൂട്ടുകയും ചെയ്തു. അവിടെ നിന്നും തിരിച്ച് നാട്ടിലെത്തി ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിച്ച് പഠനം പൂർത്തിയാക്കി. അപ്പോഴും ചിരട്ട എന്ന തന്റെ ഉറ്റ സുഹൃത്തിനെ കൈവിടാൻ ഫാസിലിന് കഴിയുമായിരുന്നില്ല. ഇപ്പോൾ സദാസമയം ചിരട്ട കൊണ്ട് മനോഹരമായ കരകൗശല വസ്തുക്കൾ തീർത്ത് ഭാവിയുടെ പ്രതീക്ഷ നിർമ്മിച്ചെടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. വീട്ടിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ നേരിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫാസിലിന്റെ നിർമ്മാണ വൈഭവം. റാന്തലും കൂജയും ഫ്ലവർ വേഴ്സും എന്നുവേണ്ട മനോഹരമായ നിരവധി ഫ്ലവറുകളും നിർമ്മിച്ചിട്ടുണ്ട്. ചൂറിലും ചിരട്ടയും കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ മനോഹരമായ രീതിയിലാണ് ഫിനിഷിംഗ് വർക്ക് നടത്തിയിരിക്കുന്നത്. ആര് കണ്ടാലും ആഗ്രഹിച്ചു പോരുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഫാസിലിന്റെ നിർമ്മാണ രീതിയിൽ കമ്പം തോന്നിയ അയൽവാസികളായ CP മാത്യു, അബ്ബാസ് എന്നിവർ വലിയ പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തിന് നൽകിയത്. CP മാത്യു ഇതിന്റെ നിർമ്മാണത്തിനാവശ്യമായ മെഷീനുകൾ വാങ്ങി നൽകുകയും ചെയ്തു. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുവാൻ പകലന്തിയോളം മണ്ണിൽ പണിയെടുത്ത് മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന കർഷകന്റെ അവസ്ഥയാണ് ഈ ചെറുപ്പക്കാരനും അനുഭവിക്കുന്നത്. കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ലാഭം കൊയ്യുന്ന ഇടനിലക്കാരെ പോലെ ഇവിടെയും ഇടനിലക്കാർ കരകൗശല വസ്തുക്കൾ വാങ്ങി ലാഭം കൊയ്യുകയാണ്. മറുനാടുകളിൽ നിന്നും എത്തുന്ന വിദേശികൾക്കാണ് ഇതിനോട് കമ്പം ഏറെയെന്നും ഇവരെ പ്രതീക്ഷിച്ച് ഭാവിയിൽ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഫാസിൽ പറയുന്നു. ഞാനിത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരിക്കും വിദേശികളെ ഉദ്ദേശിച്ച് മാത്രമാണ്. വിദേശികൾക്ക് ആകുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവർക്കൊരു മോഹമാണിത്. അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സാധനം അവർ എത്ര വില കൊടുത്തു അത് കൊണ്ടുപോകും. ശരിക്കും അത് കടക്കാരാണ് ശരിക്കും അത് അങ്ങനെ ആ രീതിയിൽ ചെയ്തെടുക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ അങ്ങനെ ചുരുക്കം റയറായിട്ടേ കിട്ടുകയുള്ളൂ ആ ഭാഗ്യമൊക്കെ. പിന്നെ ഇപ്പം സത്യത്തിൽ ഇത് വിദേശികൾക്കാണ് ഏറ്റവും കൂടുതൽ കമ്പം. അപ്പോൾ ആ മേഖലകളിലൂടെ ഒരു ബിസിനസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കരകൗശല വസ്തുക്കളെല്ലാം പ്രകടമാക്കിയിരിക്കുന്ന ദൃശ്യമനോഹരത കണ്ടാൽ മനുഷ്യൻ പാഴാക്കിക്കളയുന്ന ചിരട്ടകളാണെന്ന് തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ക്ഷമയും ഭാവനയും ലയിപ്പിച്ച് ഏകാഗ്രതയോടെ ഓരോ കരകൗശല വസ്തുക്കൾക്കും യാസീൻ ദൃശ്യജീവനം നൽകുമ്പോൾ കാഴ്ചക്കാരുടെ അംഗീകാരം, അതാണ് ഈ യുവാവിന്റെ കലാഭാവിക്ക് ഊർജം പകരുന്നത്.